എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം ഇന്നൊരു പരീക്ഷണം ആവാമെന്ന് വിചാരിച്ചു. പരീക്ഷണ വസ്തുവായിട്ട് എടുത്തിരിക്കുന്നത് സോയാ ചങ്കാണ് കേട്ടോ. ചെറിയ സോയാബീൻസ് തന്നെ. രസം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല. എനിക്കിഷ്ടമല്ല. ഇത് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴേ അക്കു എന്ന് പറഞ്ഞു അവൾക്ക് വേണ്ടെന്ന്. ഇനി അപ്പം രണ്ടുപേരുടെ കാര്യം ഓക്കെ ആയി. ബാക്കി രണ്ടുപേരുടെ കാര്യം കൂടെ അറിയണം, അവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന്. എനിക്കിഷ്ടമല്ല കേട്ടോ ഇത്. ഞാൻ ഒരു പ്രാവശ്യം പണ്ടെങ്ങാണ്ട് ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് ഉപയോഗിക്കാറില്ല, വാങ്ങിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ 80 രൂപ കൊടുത്തൊരു തേങ്ങ വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ചെറിയൊരു തേങ്ങ, ഇത്രയൊരു തേങ്ങ ഉണ്ട്. അപ്പം ഇത് ഇന്നലെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ചെറുതായിട്ട് അഴുകാനും തുടങ്ങി, ചെറിയൊരു കനച്ച ഒരു ടേസ്റ്റൊക്കെ വന്നു. ഇനി 80 രൂപ കൊടുത്ത് ചെന്ന് തേങ്ങ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് പോയി സോയാബീൻ വാങ്ങിച്ചിട്ട് വന്നു. ഇവിടെ ഭയങ്കര വിലയാണ് തേങ്ങയ്ക്ക്. ഈ ഒരു ചെറിയ തേങ്ങയ്ക്ക് 80 രൂപയാണ്. 80ഉം ഇതിൻ്റെ കുറച്ചുകൂടെ ഒക്കെ വലുതാണെങ്കിൽ 90 രൂപ വരെയൊക്കെ വരും. നമുക്കാണെങ്കിൽ മലയാളികൾക്കാണെങ്കിൽ തേങ്ങ ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തുമില്ല. എന്തെങ്കിലും തോരനോ ഒഴിക്കാനോ ഒക്കെ തേങ്ങ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. ഇതിനെ ഇന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനെ റോസ്റ്റ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ സോയാബീൻ റോസ്റ്റ് ചെയ്യാനായിട്ടേ ഞാനിതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂൺ വേണമെന്നില്ല, 1/4 സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേ സോയാബീൻ വേവുന്ന സമയത്തിന് നമുക്ക് അതിന് വേണ്ടുന്ന സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുക്കാമേ. ഈ തണുപ്പായതുകൊണ്ട് സവാള എല്ലാം പെട്ടെന്നങ്ങ് എന്താ പറയുന്നത് മുളച്ച് വരുവാണ്ടൊക്കെ. സോയാബീൻ വേവിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളകുപൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ സവാളയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം, ഒരു പിഞ്ച് കായപ്പൊടി. ഇനി ഈ മസാലപ്പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു മസാലയിൽ നിന്ന് കുറച്ച് ഒരു സ്പൂൺ മസാല എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കുകയാണേ. ഇപ്പം മസാലയൊക്കെ ചെറിയൊരു ഗ്രേവി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ആ ഒരു സോയാബീൻ ചേർത്ത് കൊടുക്കാമേ. വേണ്ടേ, ഇതിപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണേ. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഒരു 2-3 മിനിറ്റിന് ശേഷം മൂടി തുറന്നു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് ഇനി ഇത് ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ. ഒരു 1/2 സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുമല്ലോ, അതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതേ നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കിയവർ നല്ല ടേസ്റ്റ് ആണെന്നാണ് അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കും. ഫ്ലെയിം ഓഫ് ആക്കാമേ.